നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. ഫുജൈറയിലുണ്ടായ വാഹനാപകടത്തിൽ സഹോദരങ്ങളായ 3 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. അഹമ്മദ് മുഹമ്മദ് അലി സയീദ് അൽ യമഹി, ഈദ് മുഹമ്മദ് അലി അൽ സയീദ് അൽ യമഹി, മീറ മുഹമ്മദ് അലി സയീദ് അൽ യമഹി എന്നീ സഹോദരങ്ങളാണ് മരിച്ചത്. ഞായറാഴ്ച ഫുജൈറ ദിബ്ബ ഗോബ് റോഡിലായിരുന്നു അപകടം. 4 വീലറും ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ ഗോബ് ഖബറിസ്ഥാനിൽ അടക്കം ചെയ്തു. ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും സേവന നിലവാരം ഉയർത്തുന്നതിനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA ദുബായ് ഷുവർ ഫോറം എന്ന പേരിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. GDRFA കസ്റ്റമർ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിലെ അംഗങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഫോറം സംഘടിപ്പിച്ചത്. അൽജാഫ്ലിയയിലെ പ്രധാന ഓഫീസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ GDRFAയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും നിരവധി കസ്റ്റമർ കമ്മ്യൂണിറ്റി അംഗങ്ങളും സംഘടിപ്പിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് വാഗ്ദാനം ചെയ്യുന്ന പ്രധാന സേവനങ്ങൾ പരിചയപ്പെടുത്താനും അതിനോടൊപ്പം തന്നെ നേരിട്ട് തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കാനും ഫോറം അവസരമൊരുക്കി. പരിപാടിക്കിടെ ഉദ്യോഗസ്ഥരും നെറ്റ്വർക്ക് അംഗങ്ങളും ഉപഭോക്തൃ അനുഭവങ്ങളെക്കുറിച്ചും സേവനങ്ങളുടെ ലഭ്യത എളുപ്പമാക്കുന്നതിനുമായുള്ള നിലവാരം ഉറപ്പാക്കുന്നതിനെ പറ്റിയും ചർച്ചകൾ നടത്തി. സേവന വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി കസ്റ്റമർ കമ്മ്യൂണിറ്റികളുടെ പ്രധാന ആവശ്യങ്ങളും പ്രതീക്ഷകളും പരിപാടിയിൽ ഉന്നയിച്ചു. ഉപഭോക്താക്കളുമായുള്ള തുറന്ന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള GDRFAയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഫോറം സംഘടിപ്പിച്ചതെന്നും ഉപഭോക്താക്കളുടെ അനുഭവങ്ങളും പ്രതീക്ഷകളും കൂടുതൽ മനസ്സിലാക്കാൻ പരിപാടി സഹായിക്കുമെന്നും GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. ക്രൗഡ് സ്ട്രൈക്ക് സൈബർ സുരക്ഷാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലെ പിഴവ് കാരണം നിശ്ചലമായ വിൻഡോസ് സേവനം പുനരാരംഭിക്കുന്നതിന് മൈക്രോസോഫ്റ്റ് 100 കണക്കിന് എഞ്ചിനീയർമാരെയും വിദഗ്ധരെയും നിയോഗിച്ചു. 85 ലക്ഷം കമ്പ്യൂട്ടറുകളെ തകരാറ് ബാധിച്ചതായാണ് കണക്കാക്കുന്നത്. ലോകത്താകെയുള്ള വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ 1% താഴെയാണ് ഇത്. ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയതുൾപ്പെടെ വൻ പ്രതിസന്ധിയാണ് ഇതുവഴി ലോകം നേരിട്ടത്. തകരാറിലായ കമ്പ്യൂട്ടറുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് മൈക്രോസോഫ്റ്റ് അറിയിച്ചു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ക്രൗഡ് സ്ട്രൈക്കിന് സംഭവിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ വിരളമാണെന്നും കമ്പനി പറഞ്ഞു. പ്രതിസന്ധിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, ആമസോൺ വെബ് സർവീസ് തുടങ്ങിയ സേവനങ്ങളും മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം പൂർണ്ണതോതിൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആഴ്ചകൾ എടുക്കുമെന്ന് സാങ്കേതിക വിദഗ്ധർ പറഞ്ഞു. അത്യാധുനികമായ വസ്ത്രങ്ങൾ ധരിച്ച് ലോക നേതാക്കൾ റാമ്പ് വാക്ക് നടത്തി AI വീഡിയോ പങ്കുവച്ചു. ശതകോടീശ്വരൻ ഇലോൺ മസ്ക് AI ഫാഷൻ ഷോക്ക് സമാനമായിരിക്കുമെന്ന തലക്കെട്ടോടെയാണ് ഹാസ്യരൂപത്തിലുള്ള റാമ്പ് വാക്ക് വീഡിയോ ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ചത്. നൂതന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ വരെയുണ്ട്. US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ പ്രസിഡന്റുമാരായ ട്രംപ്, ഒബാമ, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, മുൻ US ഹൗസിംഗ് സ്പീക്കർ സാൻസി പെലോസി, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ആപ്പിൾ CEO ടിം കുക്ക്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ, മെറ്റ CEO മാർക്ക് സക്കർബർഗ്, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുടെ AI രൂപങ്ങൾ റാമ്പ് വാക്ക് നടത്തിയവരിൽ ഉൾപ്പെടുന്നു. ഇവ കൂടാതെ മസ്കിനെയും റാമ്പ് വാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UAE-യിലെ റാസൽ ഖൈമയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് കൊല്ലം സ്വദേശിനി മരിച്ചു. നെടുങ്ങോലം സ്വദേശിനി ഗൗരി മധുസൂദൻ 28 വയസ്സാണ് മരിച്ചത്. റാസൽ ഖൈമയിൽ ഹോട്ടൽ ജീവനക്കാരിയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റിൽ ജോലിക്ക് കൊണ്ടുപോകാനായി ഹോട്ടലിന്റെ വാഹനം കെട്ടിടത്തിന് മുമ്പിൽ കാത്തു നിൽക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. സഹപ്രവർത്തകരുടെ കൂടെയായിരുന്നു ഗൗരി താമസിച്ചിരുന്നത്. ഗൗരിയുടെ കുടുംബവും ഷാർജയിൽ തന്നെയാണ് താമസിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്കാരം റാസൽ ഖൈമയിൽ. മധുസൂദൻ മാധവൻ പിള്ളയുടെയും രോഹിണി പെരേരയുടെയും മകളാണ്. സഹോദരങ്ങൾ മിഥുൻ, അശ്വതി, സംഗീത, ശാന്തി. UAE-യിലെ വിവിധ സ്ഥലങ്ങളിൽ കൂട്ടം കൂടി പ്രതിഷേധിച്ച ബംഗ്ലാദേശ് പൗരന്മാർക്ക് ശിക്ഷ വിധിച്ചു അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി. 3 പേർക്ക് ജീവപര്യന്ത തടവും 53 പേർക്ക് 10 വർഷം തടവും നാടുകടത്തലും ഒരാൾക്ക് 11 വർഷം തടവും നാടുകടത്തലുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവത്തിലാണ് വിചാരണ നടത്തി കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് പ്രതികൾ UAE-യിൽ പ്രതിഷേധിച്ചത്. സ്വന്തം രാജ്യത്തെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്തതിനും കലാപത്തിന് പ്രേരിപ്പിച്ചതിനുമായാണ് 3 പ്രതികളെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 54 പേരെ തടവ് ശിക്ഷയ്ക്ക് ശേഷമാണ് നാടുകടത്താൻ ഉത്തരവിട്ടിട്ടുള്ളത്. ഇവരിൽ നിന്നും പിടിച്ചെടുത്ത എല്ലാ ഉപകരണങ്ങളും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു.
ചുട്ടുപൊള്ളുന്ന ചൂടിനെ ശമിപ്പിക്കുവാൻ ഇടിയോടുകൂടിയ മഴയുമായി ഷാർജ സവായ വാക്ക് സന്ദർശകർക്ക് ഒരു റിയലിസ്റ്റിക് അനുഭവം പകരുന്നു. ഇടിമുഴക്കം പോലുള്ള ശബ്ദ ഇഫക്റ്റുകളും മഴച്ചാറലുകളും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്നു. ഓരോ മഴയും ഏകദേശം 5 മിനിറ്റ് നീണ്ടു നിൽക്കും. ഓരോ മണിക്കൂറിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും തുടർന്ന് വൈകുന്നേരം 5 മുതൽ രാത്രി 11 വരെയും മഴ പ്രദർശനങ്ങൾ നടക്കുന്നു. സൗജന്യമായ കൃത്രിമ മഴ ഷോകൾ മാത്രമല്ല, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവയുടെ ഒരു നിരയും കാരണം ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ താമസക്കാർക്ക് ഒരു ജനപ്രിയ ഹാങ് ഔട്ട് സ്ഥലമായി മാറിയിരിക്കുന്നു. സവായ് വാക്ക് തുറന്ന സമുച്ചയത്തിൽ ഒരു ഔട്ട്ഡോർ നടപ്പാത, ഒരു കൃത്രിമ തടാകം, കെട്ടിടത്തിന്റെ 2 അറ്റങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസിംഗ് ബ്രിഡ്ജ് എന്നിവ ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് നല്ലൊരു അനുഭവമാണ് ഷാർജയിലെ സവായ് പാർക്ക് സമ്മാനിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. അബുദാബി എയർപോർട്ടുകളും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും അഥവാ ICP പരസ്പരം സഹകരിച്ച് ലോകത്തിലെ ആദ്യത്തെ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ചു. 2024 ജൂലൈ 21 ഞായറാഴ്ചയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. AI അധിഷ്ഠിത ഗതാഗത പരിഹാരങ്ങളിൽ വൈദഗ്ധ്യമുള്ള കമ്പനിയായ നെക്സ്റ്റ് 50മായി സഹകരിച്ച് വ്യോമയാന സുരക്ഷയും വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ശ്രമിക്കുന്നതെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. മുൻകൂർ രജിസ്ട്രേഷന്റെ ആവശ്യകത ഒഴിവാക്കിക്കൊണ്ട് യാത്രക്കാർ സ്വയമേ ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.